ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ പിറവി തിരുനാൾ ആചരിക്കുന്നതിന് ഏറ്റവും അടുത്ത ആഴ്ചയിൽ നാം എത്തിയിരിക്കുകയാണ്. ഈശോ മിശിഹായുടെ ജനനത്തിനായി മനുഷ്യകുലത്തെ ഒരുക്കിക്കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് ഈ ആഴ്ചകളിൽ വചനഭാഗങ്ങളിൽ നാം ധ്യാനിച്ചിരുന്നത്. വഴികാട്ടിയായി വന്ന യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയും അവന്റെ ജനനവും ഈശോയെ സ്വീകരിക്കുന്നതിനും ലോകത്തിന് നൽകുന്നതിനുമായി പരിശുദ്ധ മറിയത്തെ വിളിക്കുന്ന സംഭവവും നാം ധ്യാനിച്ചു. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ യൗസേപ്പിനെ ഈശോയെ സ്വീകരിക്കുന്നതിനായി ഒരുക്കുന്നതാണ് നാം ശ്രവിക്കുന്നത്. മംഗളവാർത്താ കാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ച ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് മറിയത്തിന് നൽകിയ അസ്വാഭാവികമായ ഒരു മംഗളവാർത്തയും ആ അസ്വാഭാവികതയ്ക്കുള്ള ഉത്തരവുമാണ് എങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഈശോയുടെ പിറവിയിലുള്ള അസ്വാഭാവികതയ്ക്കുള്ള ഉത്തരമാണ് യൗസേപ്പിന് ദൈവദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നാം ശ്രവിച്ച ഒന്നാമത്തെ പ്രഘോഷണം ദൈവഹിതമനുസരിച്ച് ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന ഇസഹാക്കിനെ കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ദൈവഹിതമനുസരിച്ച് യൗസേപ്പ് മറിയത്തെ സ്വീകരിക്കുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. സാമുവേലിന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണത്തിൽ സാമുവേലിന്റെ ജനനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ മൂലമുള്ള ഒരു ജനനത്തെയാണ് തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവിച്ച ജനം, ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ അറിയുന്ന ജനം, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ലേഖന വായന. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന് പ്രത്യേകമായ ഇടപെടലുകൾ മൂലമുള്ള വ്യത്യസ്തരായ വ്യക്തികളുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ട്. എന്നാൽ ഈശോയുടെ ജനനം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന് വിശുദ്ധ യൗസേപ്പിന് മാലാഖ നൽകുന്ന സന്ദേശത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. മംഗളവാർത്ത ശ്രവിക്കുന്ന സമയത്ത് മറിയത്തിനുണ്ടായിരുന്നത് പോലെ ജോസഫിനും ആശങ്കകളുടെ നിമിഷങ്ങളായിരുന്നു. പുരുഷനെ അറിയുന്നതിന് പദ്ധതിയില്ലാതിരുന്ന തനിക്ക് എങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കും, ജനിച്ചാൽ അതിനുള്ള പ്രതികരണം എപ്രകാരമായിരിക്കും എന്നാണ് മറിയത്തിന്റെ ആശങ്കയെങ്കിൽ, നിയമപരമായി തന്റെ ഭാര്യയായിരിക്കുന്നവൾക്ക് താൻ അറിയാതെ കുഞ്ഞ് ജനിക്കുന്നതിന്റെ പരിണത ഫലമായിരുന്നു യൗസേപ്പിനെ ആശങ്കപ്പെടുത്തുന്നത്. ആശങ്കകളിൽ അടിപതറാതെ അതിനെപ്പറ്റി ധ്യാനിക്കുന്ന മറിയത്തെയും യൗസേപ്പിനെയുമാണ് നാം കാണുന്നത്. അവർക്ക് മാലാഖ ദർശനത്തിലൂടെ ദൈവിക രഹസ്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ദൈവിക രഹസ്യമാണ് ഇന്ന് തിരുസഭ ധ്യാനിക്കുന്നത്. വിശുദ്ധ യൗസേപ്പിനോട് മാലാഖ പറയുന്നത്, മറിയത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന് യെശുവ എന്ന് പേരിടുവാനാണ്. കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാരൂപിയാലാണ്. യെശുവ എന്നത് ഹീബ്രു പേരാണ്. സുറിയാനി ഭാഷയിൽ ഈശോ എന്നും ഗ്രീക്ക് ഭാഷയിൽ യേശു എന്നും ഈ പേര് വിവർത്തനം ചെയ്തിരിക്കുന്നു. യെശുവ എന്ന ഹീബ്രു നാമത്തിന്റെ അർത്ഥം അവൻ രക്ഷിക്കുന്നു എന്നാണ്. മറിയത്തിൽ നിന്നും ജനിക്കാനിരിക്കുന്ന ശിശുവിന്റെ ദൗത്യമാണ് യെശുവ എന്ന പേരിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത്. അതേസമയം അവൻ വിളിക്കപ്പെടുന്നത് ഇമ്മാനുവേൽ എന്നായിരിക്കും എന്ന് തിരുവചനം പറയുന്നു. ഇമ്മാനുവേൽ എന്നത് അവന്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. അതായത് അവൻ ദൈവമാണ്. ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ വന്നവൻ ഒരു മനുഷ്യ വ്യക്തിയായി അവതരിച്ചപ്പോൾ അവനെ യെശുവ എന്ന് പേര് നൽകി. ആ മനുഷ്യൻ ദൈവമായിരുന്നതുകൊണ്ട് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ മറിയത്തിന് പിറക്കാനിരിക്കുന്നവൻ ദൈവവും മനുഷ്യനുമാണെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ദൈവമായവൻ മനുഷ്യനായി അവതരിക്കുന്നത് പുരുഷേച്ഛയിൽ നിന്നല്ല,
മറിച്ച് സകലവും സൃഷ്ടിച്ച വചനം തന്നെ അരൂപിയുടെ ശക്തിയാൽ മറിയത്തിൽ ഉരുവായിരിക്കുന്നുവെന്ന് മാലാഖ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിലെ വംശാവലിയിൽ മറ്റെല്ലാ വ്യക്തികളും മാനുഷിക പിതാക്കന്മാരാൽ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈശോ ജനിച്ചു എന്ന് പറയുന്നത്. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളാണ് യൗസേപ്പും മറിയവുമെല്ലാം. അവരുടെ സമ്മതത്തോടും സഹകരണത്തോടും കൂടെയാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത്. അങ്ങനെ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനും യൗസേപ്പിനും യോഹന്നാനുമൊക്കെ പ്രത്യേകമായ സ്ഥാനവും ഉത്തരവാദിത്വവും ഉളവായി. മിശിഹായുടെ രക്ഷാകര പദ്ധതിയുടെ തുടർച്ച ഇന്ന് സഭയിലൂടെ നടക്കുന്നു. ഇന്ന് സഭയിലൂടെ വീണ്ടും മിശിഹ അവതരിക്കുന്നു. അതിനുവേണ്ടി അവിടുന്ന് തന്നെ ചരിത്രത്തിന്റെ ഒരു നിമിഷത്തിൽ അപ്പമായി മാറുകയും ഇന്നും അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന അപ്പത്തിൽ മിശിഹ അവതരിക്കുകയും ചെയ്യുന്നു. അപ്പമായി അവതരിക്കുന്ന മിശിഹ ഇന്നും ഉപകരണങ്ങളാകാൻ ജോസഫുമാരെയും മേരിമാരെയും യോഹന്നാന്മാരെയും അന്വേഷിക്കുന്നു, സമ്മതം ചോദിക്കുന്നു. മറിയം ഈശോയെ സ്വീകരിച്ചതുപോലെ യൗസേപ്പ് മറിയത്തെയും ശിശുവിനെയും സ്വീകരിച്ചതുപോലെ വിശുദ്ധ കുർബാനയിൽ അവതരിക്കുന്ന മിശിഹായെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മിശിഹ നമ്മിൽ രൂപമെടുക്കുകയും മിശിഹ നമ്മുടെ ലോകത്തിൽ ജനിക്കുകയും ചെയ്യും. അതാണ് ക്രിസ്തുമസ് കാലം പങ്കുവെക്കുന്ന മംഗളവാർത്ത. ഓരോ ക്രിസ്ത്യാനിയും, പ്രത്യേകിച്ച് ഓരോ കത്തോലിക്കനും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ഈശോ മിശിഹായെ നമ്മുടെ സഹോദരർക്കും ലോകത്തിനും കൃത്യസമയത്ത് കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട ഭൃത്യന്മാരാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ആയിരിക്കുന്ന സ്ഥലത്ത് ഭൂമിയുടെ ഉപ്പാകാൻ, വെളിച്ചമാകാൻ, ഒളിമാവാകുവാൻ. നമ്മുടെ അവിശ്വസ്തത കൊണ്ട് എത്രയോ മനുഷ്യർക്ക് അപ്പം, പാർപ്പിടം, വചനം, അറിവ് എന്നിവ ലഭിക്കാതെ പോകുന്നു. നമ്മുടെ കുടുംബത്തിൽ, ഇടവകയിൽ, ജോലിസ്ഥലത്ത്, സഭയിൽ, സമൂഹത്തിൽ, നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഈശോ എന്നിലൂടെ അവതരിക്കണം. എൻ്റെ സഹോദരനും സമൂഹത്തിനും ലോകത്തിനുമായി ഞാൻ ബലിയായി മാറണം. അതിനുള്ള കൃപയ്ക്കും ജാഗ്രതയ്ക്കുമായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. അങ്ങനെ നാം ഓരോരുത്തരും യജമാനൻ നിയോഗിച്ച വിശ്വസ്തരും വിവേകികളുമായ ഭൃത്യന്മാരായി മാറി മംഗളവാർത്തയുടെ ശുശ്രൂഷകരാകാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.